ബാധിച്ച പല ആവർത്തി കണ്ടും കേട്ടും ശീലിച്ച ഒരു പഴഞ്ചൻ മുത്തശ്ശി കഥയുമായാണ് ഓഗസ്റ്റ് 28-ന് ലോക പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. മലയാള സിനിമ അക്കാലം അത്രയും സ്വപ്നം കണ്ട ഒരു ദൃശ്യാനുഭവത്തിലേക്ക് ചിത്രം പ്രേക്ഷകരെ 2.5 മണിക്കൂർ നേരത്തേക്ക് ആവാഹിച്ചിരുത്തി. ഒരു മിത്തിനുള്ളിൽ ഒരുക്കിയെടുത്ത മായാലോകം ഓരോ സെക്കൻഡും പ്രേക്ഷകർക്ക് അനുഭവത്തിനപ്പുറം ഒരു അനുഭൂതി സമ്മാനിച്ചു. കോരിത്തരിപ്പോടെ ഈ നാട് അവരുടെ ആദ്യ സൂപ്പർ ഹീറോയിന് ഗംഭീരമായ വരവേൽപ്പ് നൽകി. അവളുടെ പവറുകളിൽ ആവേശം പൂണ്ടു, അവളുടെ ക്ഷതങ്ങളിൽ നീച്ചൽ അനുഭവിച്ചു, അവളുടെ തിരിച്ചടികൾ സ്വവിജയമായി കണ്ട് ആർപ്പു വിളിച്ച് ആർമാദിച്ചു. ആ പരലോകക്കാരിക്ക് ഈ നാട്ടിൽ എതിരാളികളില്ല. ഒരു ലൂസിഫറിനു മുകളിൽ അവൾ അവളുടെ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. മലയാള സിനിമ അടക്കി വാഴാനാവുന്നോളം കരുത്തോടെ അതിനുച്ചിയിൽ ഒരു കാവലാളായി സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ലോകയ്ക്കും ചന്ദ്രയ്ക്കും ഇന്ന് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള മലയാള ഇൻഡസ്ട്രിയുടെ അമരത്വമാണ് അബ്സല്യൂട്ട് സുപ്രീമസി. ഒരു നാടോടി കഥയേക്കാൾ ഗംഭീരമാണ്, യാതൊരു വാഗ്ദാനങ്ങളും ഇല്ലാതെ ഹൈപ്പും ഇല്ലാതെ 24-ാം നാൾ ഇൻഡസ്ട്രിയുടെ ഒത്തമുകളിൽ സ്ഥാനമുറപ്പിക്കുന്ന ലോകയുടെ കഥ. ചരിത്രം കുറിച്ച് വാനോളം ഉയരുന്ന ചന്ദ്ര ലോകമാകെ പടുന്ന മലയാള സിനിമയുടെ വിസ്മയ യാത്രയുടെ സാക്ഷ്യം കൂടിയാണ്. വേഴ്സ് വുമൺ ഇൻ മലയാള സിനിമ എന്ന ആകുലതയ്ക്ക് ചന്ദ്ര നൽകുന്ന ഉത്തരം കൂടിയാണിത്. സൂപ്പർ സ്റ്റാറിനു മുകളിൽ ഇൻഡസ്ട്രിയുടെ തലപ്പത്തവളുണ്ടെന്ന അടയാളപ്പെടുത്തൽ. എണ്ണം പറഞ്ഞ ക്യാമിയോകൾ ലോകയെ പവർഫുൾ ആക്കുന്നുണ്ടെങ്കിലും ദുൽഖർ പറഞ്ഞതുപോലെ ഇത് ടീം ചന്ദ്രയുടെ മാത്രം വിജയമാണ്. അടിച്ചമർത്തലുകളിൽ ഉയർപ്പോയൊരു നായികയുടെ ഇഹലോകത്തെ ഉയർത്തെഴുന്നേൽപ്പാണ്. നരഭാവനകളെ ധിക്കരിച്ചിറങ്ങിയൊരുത്തിയുടെ നേട്ടമാണ്. ഷീസ് ദ ക്വീൻ ഓഫ് മലയാള സിനിമ. ചരിത്രം ലോകയെയും ചന്ദ്രയെയും അങ്ങനെ കുറിച്ച് കടന്നു പോകട്ടെ.